ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു പിസയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് സൂപ്പർ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഈ ഒരു പിസ്സ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു പിസ്സ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചീസോ മയനൈസോ സോസോ അതുപോലെ തന്നെ ഈസ്റ്റോ ഓവനോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഓവൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് മൈദ എടുത്തിട്ടുള്ളത്. ഈ മൈദ നമുക്കൊന്ന് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ മൈദ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ പഞ്ചസാര, ഇത്രയും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഇവിടെ ഈസ്റ്റിന് പകരമായിട്ടാണ് തൈര് യൂസ് ചെയ്യുന്നത്. ഇപ്പം തൈര് യൂസ് ചെയ്താൽ പോലും നമുക്ക് കറക്റ്റായിട്ട് നല്ല ഈസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെയുള്ള രീതിയിൽ പിസ്സ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അപ്പം വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യരുത്, ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. വെള്ളമൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ ഇതൊന്ന് കുഴച്ചു കൊടുക്കുക. നമുക്കിതിലേക്ക് കുറച്ച് മാവും കൂടിയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചു കൊടുക്കാം. നല്ലപോലെ പേഞ്ഞു കൊടുക്കുക. എങ്കിലേ നമ്മുടെ പിസ്സ റെഡിയായിട്ട് കിട്ടുകയുള്ളൂ നല്ല രീതിയിൽ. ഇപ്പോൾ ഞാൻ ഇത് മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മാവിന്റെ മുകളിൽ കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ പാത്രത്തിൽ ഒന്ന് ഓയിലൊന്ന് പുരട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു നനഞ്ഞ ക്ലോത്തും ഇട്ടിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് പിസ്സയുടെ സോസ് റെഡിയാക്കി എടുക്കണം. നമ്മളിവിടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള പിസ്സ സോസ് ആണ് തയ്യാറാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പം തക്കാളി നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ അടിച്ചെടുക്കുക. അപ്പൊ ഈ ഒരു പിസ്സ സോസ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിലിന് പകരമായിട്ട് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഇപ്പോഴും വെളിച്ചെണ്ണ എടുക്കരുത്, സൺഫ്ലവർ ഓയിൽ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. സവാള നീളത്തിലൊന്നും കട്ട് ചെയ്തിട്ട് ചേർക്കരുത്, ചെറുതായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു സവാള എടുത്താൽ മതി. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം സവാള പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ഇനി നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചു വെച്ചിട്ടുള്ള നമുക്ക് തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കണം. ഇപ്പൊ തക്കാളി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ പൗഡർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചിക്കൻ മസാല. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതുപോലെയുള്ള പിസ്സ സോസ് ആണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല സൂപ്പർ ആയിട്ടുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കണം. പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, അതും അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം.
ബട്ടർ ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയാണ്. മൈദ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്ലെയിം ലോ ആക്കി വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൈദ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കുറേശ്ശെ വേണം 2 ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ എടുക്കുന്നുണ്ട്. ഈ 1/2 കപ്പ് പാല് മുഴുവനായിട്ട് തന്നെ ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഓരോ ടേബിൾ സ്പൂൺ വീതം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും. അപ്പം ഒഴിക്കുന്നതിനനുസരിച്ച് ഇത് ഇളക്കി കൂടെ കൊടുക്കുക. അതുപോലെ തന്നെ ഫ്ലെയിം ലോ ആക്കി തന്നെ വെക്കുക. നമ്മൾ പിസയിൽ ചീസ് ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പൊ അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ ഒരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിത് തയ്യാറാക്കി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് തന്നെ എല്ലാവരും കാണുക. നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തന്നെ കട്ട കെട്ടാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ പാലെല്ലാം തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പോളം അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് അടുപ്പിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടി ഒന്ന് ലൂസാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കേണ്ടത്. സൂപ്പർ ആയിട്ടുള്ള വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചീസിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. കണ്ടില്ലേ, ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മാവ് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് പരത്തി കൊടുക്കാം. നല്ലപോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ചു കൊടുക്കുക. നമ്മളിത് എത്രത്തോളം നല്ല പ്രസ് ചെയ്തിട്ട് കുഴച്ചു കൊടുക്കുന്നു അത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള പിസ്സ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിത് കുറച്ച് ഡിവൈഡ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പോർഷൻ എടുത്തിട്ടാണ് പിസ്സ റെഡിയാക്കുന്നത്. അത് ഞാൻ 2 പിസ്സ ആയിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് വലിയൊരു പിസ്സ റെഡിയാക്കി എടുക്കണമെങ്കിൽ വലിയൊരു പാത്രത്തിൽ റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു അടപ്പാണ് എടുത്തിട്ടുള്ളത് പിസ്സ ട്രേക്ക് പകരമായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ്, പരത്തി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് ഇതിലേക്ക് കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്തൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കട്ടിയിലൊക്കെ പരത്തി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഹോം മെയ്ഡ് പിസ്സ സോസ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പിസ്സ സോസ് ആണ്. ഇനി കടയിൽ നിന്നൊന്നും പിസ്സ സോസ് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലെ റെഡിയാക്കി എടുത്താൽ മതി. നമുക്ക് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പിസ്സ സോസ് റെഡിയാക്കി എടുക്കുന്ന ടൈമിൽ വേണമെങ്കിൽ ഒറിഗാനോ പൗഡർ ഉണ്ടെങ്കിൽ അതുകൂടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇരിപ്പില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല. അപ്പം അതുകൂടി ചേർക്കുമ്പം അതിൻ്റെ ഒരു ഫ്ലേവർ കൂടി കിട്ടും. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുട്ടികൾക്കൊന്നും കടയിൽ നിന്നും പിസ്സയൊന്നും വാങ്ങിക്കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നതാണ്.
ഇനി നമുക്കിതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചീസിന് പകരമായിട്ടാണ് ഈ ഒരു സോസ് ഇട്ട് കൊടുക്കുന്നത്. അതും കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടോപ്പിംഗ് ആയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം, സവാള, അതുപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് ക്യാബേജ് കൂടി ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ഇതിൽ ചേർക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ റിങ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ്. എന്നിട്ട് ഇതൊരു 5 to 10 മിനിറ്റ്സ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പം പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള പാനാണിത്. നമുക്കിനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിസ്സ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. കൈപ്പൊള്ളാതെ സൂക്ഷിച്ചിറക്കി വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഒന്ന് വിതറി കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് മുകളിൽ നമ്മൾ വെക്കുന്നതിന് മുമ്പേ ചെയ്താലും മതി. ഒറിഗാനോ പൗഡർ ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 to 25 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം സെർവ് ചെയ്യാം. കണ്ടില്ലേ, നമ്മളിപ്പം ഓവനൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള പിസ്സയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചീസോ അതുപോലെ തന്നെ മയോണൈസോ സോസോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. സോസൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതൊരു പിസ്സ കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ കത്തി വെച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സെർവ് ചെയ്യാം. കണ്ടില്ലേ, നമ്മളെ പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകും. കുട്ടികൾക്കൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും. അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കാനും മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തുക. ഇനിയും നല്ല സൂപ്പർ ടേസ്റ്റി സ്പൈസി റെസിപ്പിയുമായിട്ട് കാണാം.